നമസ്കാരം. വി ദ പീപ്പിളിലേക്ക് ഏവർക്കും സ്വാഗതം. ശുഭ്കരൺ സിംഗ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ രക്തസാക്ഷി. ഇദ്ദേഹം പഞ്ചാബിലെ പാവപ്പെട്ട ഒരു കർഷകനായിരുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ മറ്റ് കർഷകരോടൊപ്പം സമരം ചെയ്യുകയായിരുന്ന ശുഭ്കരൺ സിംഗിനെ ഹരിയാനയിലെ BJP പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ഇദ്ദേഹം മോദി സർക്കാരിൻ്റെ മോദി ഭരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ്. തികച്ചും ന്യായമാണ് ഇവരുടെ ആവശ്യങ്ങൾ. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കണം. അതുപോലെ കർഷകർക്ക് നേരെ എടുത്ത കള്ളക്കേസുകളെല്ലാം പിൻവലിക്കണം. ലഖിംപൂർ ഖേരിയിൽ കൊലപ്പെടുത്തിയ കർഷകർക്കെല്ലാം നീതി ലഭ്യമാവണം. അവരെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനലുകൾക്ക് എതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണം. കാർഷിക മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കണം. ഇത്തരം ആവശ്യങ്ങളെല്ലാം മുൻനിർത്തി തികച്ചും സമാധാനപരമായിരുന്നു ഈ കർഷകരെല്ലാം തന്നെ സമരം ചെയ്തിരുന്നത്. അവരെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തി ഈ സമരത്തെ നിർവീര്യമാക്കാൻ മോദി സർക്കാരും BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുമെല്ലാം ചേർന്ന് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വെടിവെച്ച് കൊന്നാൽ, കർഷകരെ വെടിവെച്ച് കൊന്നാൽ ഈ സമരം ഇല്ലാതാകുമോ? ഈ വിഷയമാണ് ഇന്ന് വി ദി പീപ്പിൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ കൈരളി TVയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ബിജു മുത്തത്തി, ഷമ്മി പ്രഭാകർ, അതുപോലെ കൈരളി ന്യൂസിൻ്റെ തിരുവനന്തപുരം ബ്യൂറോയിലെ മുതിർന്ന ജേർണലിസ്റ്റായ റിപ്പോർട്ടറായ നൃപൻ ചക്രവർത്തി എന്നിവരെല്ലാം പങ്കെടുക്കുന്നു. നൃപൻ ചക്രവർത്തി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പല റിപ്പോർട്ടുകളും തയ്യാറാക്കിയ ഒരു മാധ്യമപ്രവർത്തകനാണ്. ആദ്യം ബിജുവിലേക്ക്. ബിജു, ഇത് നൽകുന്ന ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പരമാവധി എല്ലാ വിഭാഗത്തെയും ഒപ്പം നിർത്തുക, അതാണ് എല്ലാ സർക്കാരുകളും ചെയ്യുന്നത്. കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള ഒരു കാർഷിക രാജ്യത്ത്, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കർഷകർ നിർണായക വോട്ട് ബാങ്കാണ്. എന്നിട്ട് പോലും കർഷകരെ ക്രൂരമായി ഒരു കർഷകനെ വെടിവെച്ചു കൊല്ലുന്നു. അതുമാത്രമല്ല, ചില പുതിയ പരീക്ഷണങ്ങൾ ഈ ഡ്രോണിലൂടെയെല്ലാം തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിലൂടെ നൽകുന്നൊരു സന്ദേശം? ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കർഷകർക്കെതിരായ ഒരു ആക്രമണവും കർഷകർക്കെതിരായിട്ടുള്ള ഈ കർഷക മഹാശക്തിയെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ്. അത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ 2021 അനുഭവമുണ്ട്. ഇപ്പോൾ മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നുമല്ല. കർഷക മഹാശക്തി ഇറങ്ങിയപ്പോഴാണ് മോദി സർക്കാർ 2021 മുട്ടുകുത്തിയത്. അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളൊരു തന്ത്രമാണ്. എനിക്ക് തോന്നുന്നത് ഇത് വെറും ഒരു കർഷക സമരം എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ. ഇത് കർഷക സ്വാതന്ത്ര്യ സമരമാണ്. അങ്ങനെ തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കണം. അതായത് നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇന്ത്യൻ കർഷകരായിരുന്നു. ആ ഇന്ത്യൻ കർഷക മഹാശക്തിയുടെ കീഴാളനും ആദിവാസിയും ഒക്കെയായ ഒരു വലിയ നിര ഇന്ത്യൻ കർഷക നിരയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിത്തറ, നട്ടെല്ല് എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം അന്ന് അവർ കോളനി വാഴ്ചയ്ക്കെതിരെയാണ് സമരം നടത്തിയതെങ്കിൽ ഇന്ന് മോദി വാഴ്ചയ്ക്കെതിരെയാണ് സമരം നടത്തുന്നത്. ആ മഹാശക്തി ഇന്ന് തെരുവിലിറങ്ങി നടത്തുന്ന സമരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യ കണ്ട, ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമാണ് 2020-21 കാലത്തിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണിത്. അതിൻ്റെ തുടർച്ചയായ സമരമാണ് ഇത് നടക്കുന്നത്. ഇത് ലെനിൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ. ഇന്ത്യൻ കർഷക വിപ്ലവം എന്നാണ് ലെനിൻ വിശേഷിപ്പിച്ചത്. 1917 1917 അന്ന് ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഈ സമരത്തിൽ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. 1917 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 1914 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മഹാത്മാഗാന്ധി ഇവിടെ എത്തുന്നത്, ഇന്ത്യയിലെത്തുന്നത്. അദ്ദേഹം ആദ്യം നടത്തിയ സമരം, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആദ്യം ഇന്ത്യയിൽ നടന്ന സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരനിലെ കൃഷിക്കാർ നടത്തിയ സമരമാണ്. ആ സമരം 1917 നമുക്കറിയാം, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും റഷ്യൻ വിപ്ലവം നടന്ന ദിവസം, ആ വർഷമാണ് 1917. റഷ്യയിൽ സാർ ചക്രവർത്തിക്കെതിരെ വിപ്ലവം നടത്തി തൊഴിലാളി വർഗത്തിൻ്റേതായിട്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുന്ന വർഷമാണ് 1917. അതേ വർഷമാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ആ സത്യാഗ്രഹം കണ്ടിട്ടാണ് ലെനിൻ ഇന്ത്യൻ കർഷക വിപ്ലവമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത്. ആ കർഷക മഹാശക്തിയുടെ അവസ്ഥയാണിത്. ചമ്പാരനിലെ നീലം കർഷകർ 107 വർഷമായെങ്കിലും, ആ സമരം നടന്ന് 107 വർഷമായെങ്കിലും ഏതാണ്ട് അതേ ആവശ്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അന്ന് അവരുടെ വിളകൾക്ക് അതിനിസ്സാരമായ വില കൊടുത്തിട്ട് ഈ ജമീന്ദാർമാർ, ബ്രിട്ടീഷ് കോളനി അതിൻ്റെ ആളുകളൊക്കെ അതിനിസ്സാരമായ വില നൽകിയിട്ട് ഈ പട്ടിണിക്കാരുടെ മുന്തിയ ഇനം വിളകൾ കൈക്കലാക്കുന്നതിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ സമരം. ആ സമരത്തിൻ്റെ അതേ ആവശ്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഭയങ്കര രസം തോന്നുന്നുണ്ട്. ഇതിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, താങ്ങുവില വേണമെന്നാണ് പറയുന്നത്. താങ്ങുവില
നിയമപരമായി ഉറപ്പാക്കണമെന്നാണ് ഒരു ആവശ്യം തന്നെ പറയുന്നത്. 107 വർഷം മുമ്പേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നിമിത്തമായ അതേ ആവശ്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കർഷകരുടെ അവസ്ഥ എവിടെയാണ്? മറ്റൊന്ന് ഇന്ന് നോക്കേണ്ടത്, ഈ സമരം നടത്തുന്നത് എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ വിപ്ലവങ്ങൾ പോലെയല്ല. രാഷ്ട്രീയ എതിർ ശക്തികൾക്കെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ ശത്രുതയ്ക്ക് വേണ്ടി സമരം നടക്കാറുണ്ട്, വിപ്ലവം നടക്കാറുണ്ട്. ഏതെങ്കിലും ഭരണകൂടത്തെ വീഴ്ത്താൻ വേണ്ടിയിട്ട് വിപ്ലവം നടത്താറുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല, ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിപ്ലവമാണ്. ആ രീതിയിൽ വിപ്ലവത്തെയാണ് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് വൃഥാ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഷമി, ഈ കർഷക സമരത്തിൻ്റെ ഒരു ആദ്യഘട്ടം, ഇതിൻ്റെ തുടക്കം നമുക്ക് നന്നായി അറിയാം. അന്ന് തുടക്കത്തിലെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ നേരിടാൻ മോദി സർക്കാർ തീരുമാനിച്ചു. പിന്നീട് അവർ പിന്മാറി. ആ പിന്മാറ്റത്തിന് പിറകിലൊരു കാരണം ഉണ്ടായിരുന്നു. പഞ്ചാബ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഒരു വലിയൊരു രോക്ഷം സർക്കാരിനെതിരാകുമോ, ഈ സർക്കാരുകൾക്കെതിരാകുമോ, BJPക്ക് എതിരാകുമെന്നാണ് അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭയം എന്തുകൊണ്ടാണ് BJPക്ക് ഇല്ലാത്തത്? ഇതൊരു ഭയമില്ലായ്മയാണോ, അതോ ഒരു രാമക്ഷേത്രം മതി, ഈ കർഷകരൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ചിന്തയാണോ? കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ മറാത്ത സംവരണ ബില്ല് പാസ്സാക്കിയിരുന്നു. അവിടെയും വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു മറാത്ത വിഭാഗത്തിൻ്റെ ഒരു പ്രതിഷേധം ഉയർന്നു വന്നു. പക്ഷേ ആ സമരത്തോട് എത്ര സഹാനുഭൂതിയോടുകൂടിയാണ് അവിടുത്തെ BJP സർക്കാർ പെരുമാറുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ വിശപ്പകറ്റുന്ന കർഷകർ അവരുടെ ഏറ്റവും മിനിമം ആവശ്യത്തിന് വേണ്ടി, മിനിമം സപ്പോർട്ട് പ്രൈസ്, അങ്ങനെയുള്ള അവരുടെ പെൻഷൻ അടക്കമുള്ള ഏതാനും കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്യുന്നു. സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ദില്ലിയിലെത്തി അവരുടെ ഒരു പ്രതിഷേധം അറിയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സമരം പോലും അനുവദിക്കില്ല, അല്ലെങ്കിൽ അവർ ഡൽഹിയിൽ കാലുകുത്താൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് എടുക്കുകയും അതിന് തടയാൻ വേണ്ടി ഇവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും 47 മുതൽ ഈ കാലം വരെ നമ്മൾ കണ്ടിട്ടുള്ള സമര പ്രതിരോധങ്ങളിൽ എവിടെയെങ്കിലും ഇത്രയും വലിയ ഒരു അള്ളുവെക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ വന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത, ആ സമരഭൂമിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത, അത് ഇന്നലെ വെടിവെച്ച ഹരിയാന പോലീസുകാർക്കൊപ്പം RSSകാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല സമരങ്ങളിലും നമ്മളിപ്പം കാണുന്നു, അജയ് മിശ്ര എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ ലഖൻപൂർ കേരിയിൽ വണ്ടി ഓടിച്ച് കയറ്റി 4 കർഷകരുടെ ദേഹത്ത് കൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇത്രയും ധിക്കാരവും ഇത്രയും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു സമീപനം ഒരു സമരത്തോട് സ്വീകരിക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഒരു മനോഭാവം, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പഠന വിധേയമാക്കേണ്ടതാണ്. ആർക്കെതിരെയും എന്തുമാകാം എന്നുള്ള നിലയിലേക്ക് ഈ ഒരു ഭരണവർഗം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ രാജേന്ദ്രൻ ചോദിച്ചത്, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ഭയമില്ലേ എന്ന്. അതുതന്നെയാണ്, അവർക്ക് ഭയമില്ല. അവർക്ക് രാമക്ഷേത്രമുണ്ടെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ കഴിയും. അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഈ മുഴുവൻ സംവിധാനത്തെയും അവർക്ക് കെട്ടാൻ കഴിയും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറയുകയല്ലേ, അത് ഒരു കുചായലൻ്റെ കയ്യിൽ നിന്ന് ഒരു അവിൽപ്പൊതി വാങ്ങി സുപ്രീം കോടതിയെ പരിഹസിക്കും. 6566 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നൃപനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഈ BJPയും BJPയെ അനുകൂലിക്കുന്ന കുറേ വിദഗ്ധർ, ഇൻവെർട്ടർ കോമ, അവരെല്ലാം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ താങ്ങുവിലയെല്ലാം തന്നെ അപ്രായോഗികമാണ്, അത് കാലഹരണപ്പെട്ടതാണ്. 2014 ഡോക്ടർ MS സ്വാമിനാഥനെ അന്നത്തെ UPA സർക്കാർ അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഈ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് MS സ്വാമിനാഥൻ കമ്മീഷൻ, ഫാർമേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കർഷകർക്ക് ആകെ വരുന്ന ചെലവ്, ഉൽപ്പാദന ചെലവ്, ആ ഉൽപ്പാദന ചെലവ് പ്ലസ് ആ ഉൽപ്പാദന ചെലവിൻ്റെ പകുതി അതുകൂടി ആയിക്കഴിഞ്ഞാൽ ഈ കർഷകർക്ക് വലിയ നഷ്ടമില്ലാതെ അത്യാവശ്യം ലാഭത്തിൽ കാര്യങ്ങളെല്ലാം കൊണ്ടു നടത്താൻ പറ്റുമെന്നതായിരുന്നു. അത് നടപ്പിലാക്കുമെന്ന് പിന്നീട് നരേന്ദ്രമോദി തന്നെ പലതവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലെല്ലാം തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ പറയുന്നു ഇത് തികച്ചും അപ്രായോഗികമാണ് എന്നത്. ഈ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ താങ്ങുവിലകൾ അപ്രായോഗികമാണോ, അത് കർഷകർക്ക് ആശ്വാസമാണോ, എന്താണ് നമ്മുടെ ഒരു രാജേന്ദ്രൻ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നേരത്തെ ഷമ്മിയും മുത്തത്തിയും സൂചിപ്പിച്ച പോലെ ഈ കർഷക സമരത്തിൻ്റെ ആവശ്യങ്ങൾ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ, ഭൂരിപക്ഷം ജനങ്ങളും ഒരിക്കലും തള്ളിക്കളയുന്നവയില്ല. അത് കേരളത്തിൻ്റെ കൂടി ആവശ്യമാണെന്ന് പറയാൻ അതിൽ പ്രധാനപ്പെട്ട കർഷകർ ഉയർത്തുന്ന 9 ആവശ്യങ്ങളുണ്ട്. അതിൽ താങ്ങുവില നിയമനിർമ്മാണം കൂടെ നടപ്പിലാക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പുറത്തു വരിക.
ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആവശ്യം, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണം, സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ച ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ ഘാട്ട് കരാറ് വന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉന്നയിച്ച മൂർത്തമായ സാഹചര്യത്തിൽ ഇന്നത്തെ കർഷകർക്ക് ബോധ്യപ്പെട്ട അവസ്ഥയിലാണ്. ഒന്നാമത്തെ കർഷക സമരം നേരത്തെ മുത്തത്തി പറഞ്ഞു. രണ്ടാമത്തെ കർഷക സമരം കുറച്ചുകൂടി എക്സ്ട്രീമായി കർഷകർക്ക് നിക്കക്കള്ളിയില്ലാത്ത സമരമാണ്. ഇന്ന് തന്നെ ഈ കർഷകർ ഉയർത്തിക്കാട്ടുന്ന പ്ലക്കാർഡിൽ എൻ്റെ മലയാള അർത്ഥം ഇങ്ങനെയാണ്: കർഷകർ ചേറിൽ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ കർഷക സമരത്തെ, ഈ ഉയർത്തുന്ന ആവശ്യത്തെ BJP ഒരുപക്ഷെ രാഷ്ട്രീയമായി നിരാകരിക്കാം. പക്ഷേ ഇന്ത്യയിലെ പൊതുജനാധിപത്യ സമൂഹം പൂർണ്ണമായി നെഞ്ചേറ്റുന്ന ന്യായമായ സമരമാണെന്ന കാര്യം അംഗീകരിച്ചു പറ്റും. അത് അവിടെ നിന്നുകൊണ്ടാണ് രാജേന്ദ്രൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരിക. എന്തുകൊണ്ട് ഈ ബദൽ? കേരളം എന്തുകൊണ്ട് ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ അവസാന ബഡ്ജറ്റിൻ്റെ എടുക്കാം. അവസാന ബഡ്ജറ്റിൽ KN ബാലഗോപാൽ ബഡ്ജറ്റിൻ്റെ മുഖവുരയായി പറഞ്ഞത് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിൽ രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിച്ച് BJP സർക്കാർ എങ്ങനെയാണ് കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മുഖവരയോടുകൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതിൽ എന്തുകൊണ്ടാണ് റബ്ബർ കർഷകർക്ക് താങ്ങുവില വർദ്ധിപ്പിച്ചത്? 180 വർദ്ധിപ്പിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിലാണ്. നെൽകർഷകരുടെ നെല്ല് സംഭരിക്കുക എന്നത് 1800, അതിൻ്റെ കൃത്യമായി കണക്ക് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ 1854 കോടി രൂപ ഈ പറഞ്ഞ താങ്ങുവില ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി സർക്കാർ മാറ്റിവെക്കുകയാണ്. ഏറ്റവും നിർണായക കാര്യം ഈ പിണറായി സർക്കാർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാർഷിക വിളകൾക്ക് 16 ഇനം കാർഷിക വിളകൾക്ക് തറവില നിശ്ചയിച്ചു എന്നതാണ്. എന്തുകൊണ്ട് ഈ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ കർഷകരെ പ്രത്യേകിച്ച് നമ്മൾ നാണ്യവിളയിലേക്ക് നെല്ല് അടക്കം വരുന്ന കാര്യങ്ങളിൽ നിന്ന് നെൽകൃഷിയിൽ നിന്ന് നാണ്യവിളയിലേക്ക് കേരളം പോയി. അപ്പോൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ന്യായമായ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ നികുതി വിഹിതത്തിലെ വരുമാനം കേരളത്തിന് ലഭ്യമാക്കാൻ അവകാശമുണ്ട്. കർഷകരെ സംരക്ഷിച്ചേ മതിയാവൂ എന്ന് ഈ സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ഈ സർക്കാർ ഈ സാമ്പത്തിക നയങ്ങളുടെ കെടുതി കൊണ്ടാണ് ഈ കർഷകർ ദുരിതം അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷകർ ദുരിതം അനുഭവിക്കുന്നത്? ഏറ്റവും അശാസ്ത്രീയമായ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായി നയസമീപനങ്ങൾ സ്വീകരിക്കുകയും ഘാട്ട് കരാർ പോലെയുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ രാജ്യം ഒപ്പുവെക്കുകയും, അതുകൊണ്ട് സ്വാഭാവികമായും അത് രാജ്യത്തെ കോൺഗ്രസിന് ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ASEAN കരാർ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പിന്നെ വളരെ പ്രത്യക്ഷമായ നിലപാട് സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഈ അവസാനം ഒരു വിരൽ ചൂണ്ടുമ്പോൾ 5 വിരൽ തിരിച്ച് ചൂണ്ടുന്നൊരവസ്ഥ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷം 90 മുതൽ പറയുന്ന കാര്യങ്ങളുടെ മൂർത്തമായ അവസ്ഥയാണ് രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ടിരിക്കുന്നത്. രാജ്യത്ത് ചോദിച്ച ഏറ്റവും റെലവൻ്റായ ചോദ്യം ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിൽ നിന്നുകൊണ്ടും കേരളം ന്യായവിലയുടെ കാര്യത്തിൽ, തറവില നിശ്ചയിക്കുന്ന കാര്യത്തിൽ, റബ്ബർ കർഷകരുടെ കാര്യം പ്രതിപക്ഷം കേരള നിയമസഭയിൽ റബ്ബർ കർഷകരുടെ കാര്യം വാതോരാതെ പ്രസംഗിക്കുന്നുണ്ട്. ഈ ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞ സാധനം വർദ്ധിപ്പിക്കണമെന്ന അടിസ്ഥാനപരമായ ആവശ്യം UPA സർക്കാർ ഭരിച്ചു, NDA സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നു. ആ ആവശ്യം അംഗീകരിച്ചാൽ തന്നെ ഈ താങ്ങുവില പോലും കേരളത്തിന് കൊടുക്കേണ്ടി വരില്ല. കേരളത്തിലെ കർഷകർക്ക് ന്യായമായ വില റബ്ബർ അസംസ്കൃത വസ്തു നേരിട്ട് നമ്മളീ പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തുന്ന വ്യവസായ സ്ഥാപനത്തിൽ പോലും അസംസ്കൃത റബ്ബർ പുറത്തു നിന്നാണ് ഇറക്കുന്നതെന്ന വാർത്തകൾ വന്നു. അപ്പോൾ അത് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചാൽ തന്നെ കേരളത്തെ കർഷകർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇതിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ തരത്തിലെ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ടാണ് കേരളം ബദലാകുന്നത്. കേരളം മറ്റെല്ലാ കാര്യങ്ങളിലും ബദലാകുന്നത് പോലെ കർഷകർ സംരക്ഷിക്കുന്നതിന് ബദലാകുന്നുണ്ട്. പക്ഷേ എത്ര കണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിലനിൽപ്പില്ല. ഈ ASEAN കരാറിനെയും ഈ ഇറക്കുമതിയെ എല്ലാം അനുകൂലിച്ചവർ കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ റബ്ബറിന് 10 രൂപ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ പറയുന്നത് എന്താ, 10 രൂപ കൂട്ടി താങ്ങുവിലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വാർത്തയെ കൊണ്ടുപോകുന്നതിനാണ് ചില മാധ്യമങ്ങൾ. ഇന്ത്യയിൽ റബ്ബറിന് ഏറ്റവും ഉയർന്ന താങ്ങുവിലയുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മൾ കേരളത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ കേരളം ഒരു കാർഷികോൽപാദനത്തിന് ഊന്നൽ നൽകുന്ന ഒരു സംസ്ഥാനമല്ല. പക്ഷേ നെല്ലിന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന താങ്ങുവിലയുള്ള സംസ്ഥാനവും കേരളമാണ്. പല പച്ചക്കറികൾക്കും സർക്കാർ നേരിട്ട് സംഭരിച്ച് തറവില നൽകുന്ന ഒരു സംസ്ഥാനവും കേരളമാണ്. ഇതെല്ലാം പറയുന്നത് ഒരു ദേശീയ തലത്തിൽ വലിയൊരു കർഷക പ്രക്ഷോഭം നടക്കുമ്പോൾ കേരളം എങ്ങനെ ഒരു മാതൃകയാവുന്നു, എങ്ങനെ ഒരു ബദലായി മാറുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഈ കർഷക സമരത്തിൻ്റെ തുടക്കം, ഈ രണ്ടാം കർഷക സമരത്തിൻ്റെ തുടക്കത്തിൽ ഈ കർഷകരെല്ലാവരും അവരുടെ ആ ഒരു മാർച്ച് ആരംഭിക്കുന്ന ഘട്ടത്തിൽ BJP നേതാക്കൾ പറഞ്ഞിരുന്നൊരു വസ്തുതയുണ്ട്. ഈ കർഷക സമരത്തിന് പിറകിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരിയുടെ, അത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഇതെന്തുകൊണ്ട് BJP എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർഷകരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അധികം
കിസാൻ സഭ അവർ ഇതിനുള്ള പിന്തുണയെല്ലാം നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴത്തെ ഇതിനകത്ത് ചെങ്കൊടികളൊന്നും കാണാനില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് BJP ഈ കമ്മ്യൂണിസ്റ്റുകാരെ ബന്ധപ്പെടുത്തുന്നു? കമ്മ്യൂണിസ്റ്റുകാരെ എന്തുകൊണ്ട് ഭയക്കുന്നു? കമ്മ്യൂണിസ്റ്റുകാരെ തന്നെയാണ് ഇവരുടെ ഒരു ശത്രുക്കളെ വിളിക്കാനുള്ള ഒരു പേരാണ് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു സ്വഭാവം അതിനുണ്ടാകാം. അതിനൊരു ഒരു ഒരു വിപ്ലവ സ്വഭാവത്തിലേക്കൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം, അങ്ങനെ ഒരു ഭയന്നിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ 2021 സമരവും ഇപ്പോഴത്തെ 24 സമരത്തിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സമരം ഇങ്ങനെ രൂപപ്പെടുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് നായകന്മാരൊന്നുമില്ല. കാരണം ജനങ്ങൾ തന്നെ സ്വയം നായകരായിട്ട് വരുന്ന ഒരു മൂവ്മെൻറ്റാണത്. ആളുകൾ ഇങ്ങനെ വരികയാണ്, പിന്നീട് അതിൽ നിന്ന് നായകരും അതിൽ നിന്നും ആ സമരത്തിൽ നിന്ന് നായകരുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റാണ്. ആരെങ്കിലും നയിക്കുകയും അതിൻ്റെ പിന്നാലെ കുറേ പേര് നയിക്കപ്പെടുകയും ചെയ്യുന്നില്ല. അവിടെ എത്തുകയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും എത്തുന്നു, അവിടെ എല്ലാ സ്വതന്ത്ര രാഷ്ട്രീയക്കാരും എത്തുന്നു, അവിടെ പ്രതിരോധ രാഷ്ട്രീയക്കാരെത്തുന്നു, എല്ലാവരും എത്തി അങ്ങനെ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ് സമരം, അങ്ങനെ ഒരു സമരമായിട്ടാണ് ഈ സമരം രൂപപ്പെടുന്നത്. അതിനെയാണ് ഈ തടയാൻ ശ്രമിക്കുന്നത്. ഇത് പുതുയുഗത്തിലെ ഒരു സമര മാർഗമായിട്ടാണ് ചില ചിന്തകന്മാരൊക്കെ പറയുന്നത്. കാരണം ജനങ്ങൾ ഒന്നിച്ചൊരു സമരമായിട്ട് ഒരു ജനങ്ങളുടെ ഒരു പ്രത്യേകതരം മൂവ്മെൻറ്റ്, അതാണ് നമ്മൾ കണ്ടത്. ഈ സമരത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയൊക്കെ കുട്ടികൾ നമ്മൾ കണ്ടു. കുട്ടികൾ വരെ ടെൻറ്റിൻ്റെ നിന്ന് പഠിക്കുകയാണ്. അടുക്കളകൾ അവർ പോകുന്ന യാത്രയിൽ തന്നെ സഞ്ചരിക്കുന്ന അടുക്കളകൾ ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യുകയാണ്. ആ രീതിയിലുള്ളൊരു സമരമാണ്. അവരെ ഗ്രാമം തന്നെ ഒഴുകി വരികയാണ്. ആ സമരത്തെ ഇത് 2021 ഇവരെ അനുഭവമുണ്ട്. അതാണ് ഇപ്പോൾ ഇവർ എന്തിന് ശത്രു രാജ്യക്കാരോട് പോലും, ശത്രു രാജ്യങ്ങളുടെ അതിർത്തിയിൽ പോലും കാണാത്ത തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് നടക്കുന്നത്. വലിയ മതിൽ കെട്ടുക, കമ്പിവേലികൾ ഉണ്ടാക്കുക, ഡ്രോണുകളിലൂടെ മറ്റേ ടിയർ ഗ്യാസുകൾ വർഷിക്കുക. നോക്ക്, ഇതെവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഗാസ മുനമ്പിൽ ഇസ്രായേൽ അവിടുത്തെ പലസ്തീനികൾക്ക് നേരെ നടത്തുന്ന വംശീയ ആക്രമണത്തിൻ്റെ, വംശീയ യുദ്ധത്തിൻ്റെ അതേ അവസ്ഥയാണ് ഇന്ത്യൻ കർഷക സമൂഹത്തിൻ്റെ നേർക്ക് ഈ മോദി സർക്കാർ നടത്തുന്നത്. ആ രീതിയിലുള്ളൊരു പ്രക്ഷോഭമാണ് ഈ നടത്തുന്നത്. ഇത് 2021 അനുഭവമുള്ളതുകൊണ്ടാണ് ഈ അതിർത്തികളൊക്കെ ഇവർ കൊട്ടിയടക്കുന്നത്. ആ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. ഈ ഒരു സമാനതകളില്ലാത്ത, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മുൻമാതൃകകളില്ലാത്തൊരു സമരമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു രാഷ്ട്രീയ ശക്തിയായി മാറിയാൽ അത് എങ്ങനെ മാറും, അത് ഏത് തരത്തിലായിരിക്കും എന്നതായിരിക്കും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉറ്റുനോക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷമി, ഇപ്പോൾ BJP നേതാക്കളെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു പ്രഖ്യാപനം നടത്തി. അതായത് 6000 രൂപ വീതം ഓരോ കർഷകൻ്റെയും അക്കൗണ്ടിലേക്ക് ഇടുന്നു. 6000 രൂപ ഓരോ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. അത് വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു. മാത്രമല്ല അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് BJPക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തീരുന്നതാണോ ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ? ഇപ്പോഴും ആ പൈസ വന്നിട്ടുണ്ട്. ഇപ്പോഴും കർഷകർക്ക് ഈ 6000 രൂപ വെച്ച് ഈ നമ്മുടെ നാട്ടിലെ ചെറിയ തോതിലെങ്കിലും വസ്തുവുള്ള എല്ലാവർക്കും ഈ പൈസ എത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പിന്നെ ഈ കാർഷിക മേഖലയിലെ വിഷയങ്ങളാകെ പരിഹരിച്ച് കൊടുക്കാം എന്നൊന്നും ആർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ സമരം ഇത്രയും ദിവസം നടക്കുന്നു. ഇപ്പോൾ രാജേന്ദ്രനെ അറിയാം, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വന്ന ഒരു വാർത്ത, കേന്ദ്ര സർക്കാർ എക്സിനൊരു നിർദ്ദേശം നൽകുകയാണ്, എക്സ് പ്ലാറ്റ്ഫോമിന് ഇത് സംബന്ധിച്ച ഈ കർഷക സമരം സംബന്ധിച്ച അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് അവർക്ക് എക്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ വിയോജിപ്പോടുകൂടിയാണെങ്കിലും അത് അംഗീകരിക്കേണ്ടി വരും. നാളെ മുതൽ ഇപ്പോൾ നമുക്ക് ആകപ്പാടെ കർഷക സമരത്തിൻ്റെ ഒരു വാർത്ത ശരിക്കും അറിയാൻ എക്സ് എന്ന് പറയുന്ന ഒരേ ഒരു മാർഗം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കാരണം ദേശീയ മാധ്യമങ്ങൾ ആദ്യം കുറച്ച് വാർത്ത കൊടുത്തിരുന്നു. ഇന്ത്യ ടുഡേ നല്ല രീതിയിൽ ചാനൽ ആ വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഒരു 3-4 ദിവസമായിട്ട് ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ടില്ല. അതായത് മാധ്യമങ്ങളെ പൂർണ്ണമായും അവർ അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. ഇപ്പോൾ എക്സിനെ കൂടി അതിൽ നിന്ന് ഏതാണ്ട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പിന്നെ പ്രാദേശികമായി മലയാളത്തിൽ നിന്നൊക്കെയുള്ള കുറച്ച് ചാനലുകൾ മാത്രമാണ് അവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത്. അവരെ കൂടി അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്ത് നടന്നാലും അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന ശുഭകരൺ സിംഗ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഒരു ആക്രമണവും വെടിവെപ്പും എല്ലാം. ഈ മോദി ഭരണത്തിന് കീഴിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ കർഷകർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി, അതിൻ്റെ എല്ലാം കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പദ്ധതിയെല്ലാം ഈ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. മാത്രമല്ല
ഏതാണ്ട് 57,000 കോടി രൂപയുടെ ലാഭം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടാക്കി. കർഷക ആത്മഹത്യകൾ കുറയുകയല്ലാതെ കുതിച്ചുയരുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് AK ആൻ്റണി സർക്കാരെല്ലാം കേരളം ഭരിക്കുന്ന സമയത്ത് എല്ലാ നിത്യേന കർഷകർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അതും വളരെ വിവാദപരമൊക്കെ ആയിരുന്നു. എന്തുകൊണ്ട് നമുക്ക് ദേശീയ തലത്തിൽ ആ രീതിയിൽ ഒരു അവസ്ഥയാകുമ്പോൾ തന്നെ ഇവിടെ വ്യത്യസ്തമായൊരു കാഴ്ച കാണാൻ സാധിക്കും? അത് ലളിതമാണ്. എന്നിട്ട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളവരെ പരിഗണിക്കുന്നു എന്നതാണ്. ഈ ഇടയ്ക്ക് തന്നെ അവസാനമുണ്ടായ കർഷകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില വിവാദം മാധ്യമങ്ങൾ ഉയർത്താൻ ശ്രമിച്ചു. അതുതന്നെ നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകളിൽ വന്ന് സിബിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമാണ്. നമുക്ക് ഒരു കർഷകൻ്റെ കാര്യം എടുത്ത് പറയാൻ കഴിയുന്നുണ്ട്. രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് കർഷകർ മരിക്കുമ്പോൾ പേരെണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർഷകർ മരിക്കുന്നു. അപ്പോൾ അത് തന്നെ അത് ന്യായമല്ല എന്നും അത് വാർത്തകൾ വസ്തുതാവിരുദ്ധമാണോ എന്നും തെളിയിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ കർഷകരെ പരിഗണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ വലിയ പ്രതിസന്ധിക്കിടയിലും നമ്മൾ നെല്ല് സംഭരിക്കുന്നു, തറവില നിശ്ചയിക്കുന്നു, റബ്ബർ കർഷകരെ കൂടെ ചേർത്ത് പിടിക്കുന്നു. നേരത്തെ തന്നെ ഈ പറഞ്ഞ 6,000 രൂപ എത്തുന്നതിനെ സംബന്ധിച്ചും എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഈ കാര്യത്തിൽ ടാർഗറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പ്രാണപ്രതിഷ്ഠയിൽ നിൽക്കാത്ത ചോദ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് കർഷകരുടെ ഈ പറഞ്ഞ 6,000 രൂപ സബ്സിഡി വരുന്നു, ഈ വളത്തിന് സബ്സിഡി വെട്ടിക്കുറച്ചു, ന്യായവിലയില്ല, കർഷകന് ഭൂമിയിൽ വന്ന ബാധ്യത എഴുതിത്തള്ളുന്നില്ല. ഇത്തരം വിഷയങ്ങൾ കർഷകന് ഈ ഉൽപ്പാദകനായ കർഷകൻ്റെ വിഷയമാണ് പരിഹരിക്കുകയാണെങ്കിൽ ഒരു മധ്യവർഗ സമൂഹത്തെ പ്രചരണ ഉപാധിയായി ഉപയോഗിക്കാമെന്നതാണ് എന്ന് BJP കാണുന്ന ടാർഗറ്റ്. പ്രാണപ്രതിഷ്ഠയിൽ നിൽക്കാത്ത ചോദ്യങ്ങൾ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ ചോദിക്കുന്നു, അത് കർഷകർ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം ഷമ്മി പറഞ്ഞ ഉത്തരത്തിലുണ്ട്. കാരണം ഈ ചോദ്യം റിലവൻ്റ് ആണ് എന്ന കാര്യം BJPക്കും കേന്ദ്ര സർക്കാരിനും RSSനും അറിയാം. ആ ചോദ്യങ്ങൾ അവസാനിപ്പിക്കണം, പക്ഷേ ഉത്തരങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുകയോ ഈ പറഞ്ഞ ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഇതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഡിബേറ്റിന് തയ്യാറാകുന്നില്ല? BJP എന്തുകൊണ്ട് കാർഷിക സമരത്തിൻ്റെ ഡിബേറ്റിന് തയ്യാറാവുമെന്ന് ചോദിച്ചാൽ അവർക്ക് പരസ്യമായി രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു ഡിബേറ്റിന് തയ്യാറായാൽ അവർക്ക് BJPക്ക് കേന്ദ്ര സർക്കാരിന് ഉത്തരം പറയാൻ കഴിയാതെ വരും. സാമ്പത്തിക കാര്യത്തിൽ കേരളത്തിന് ഡിബേറ്റിന് പറഞ്ഞതുപോലെ കേരളത്തിലെ ധനകാര്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് അവസാനം കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് പിന്മാറേണ്ടി വന്നു. പരസ്യമായി പിന്മാറിയില്ല എങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെ ലഭിച്ചില്ല. അതുപോലെ രാജ്യത്ത് ചേരുന്ന കർഷകരുടെ വിഷയത്തിൽ എന്തുകൊണ്ട് BJP ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരെ പ്രതിരോധിക്കുന്നു, ആരോപിക്കുന്നു ചോദിച്ചാൽ ഈ ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല എന്നുള്ളത്. നിർബൻ അവർക്ക് ചോദ്യവും ഉത്തരവും ഇല്ല ശരിക്കും. ഇപ്പം ഒറ്റ ഉദാഹരണം, ഈ UP-യിൽ ഇപ്പോൾ 6 മാസത്തേക്ക് ഇനി ഒരു തരത്തിലുള്ള സമരവും അവിടെ പറ്റില്ല എന്നുള്ള ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞു. ഏതൊരു പോലീസുകാരനും സമൻസോ വാറണ്ടോ ഒന്നുമില്ലാതെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇത്ര നാൾ ജയിലിൽ ഇടുന്നതിനൊരു തടസ്സവുമില്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാത്രമല്ല ഇവർ വിളിച്ച ഖാലിസ്ഥാൻവാദികളെന്നും വിളിക്കുന്നുണ്ട് ഈ സമരക്കാരെ. ഇനിയിപ്പോൾ X-ലൂടെ ഈ സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നടത്താൻ പാടില്ല, സമരം ചെയ്യുന്ന കർഷകരെ വെടിവെച്ചു കൊല്ലും, സമരം ചെയ്യുന്ന കർഷകരെ സമരക്കാരെ പിരിച്ചുവിടാനായി ചരിത്രത്തിലാദ്യമായി ഡ്രോണിലൂടെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു. ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല തന്ത്രങ്ങളുമാണ് ഈ സമരത്തിന് നേരെ BJP സർക്കാരുകൾ പയറ്റുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ ഈ കർഷക സമരം തീരില്ല. കാരണം കർഷകർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ കാർഷിക മേഖല മോദി ഭരണത്തിന് കീഴിൽ അത്ര കണ്ട് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണുന്നത് വരെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.